എൻ്റെ ഹസ്ബൻഡിന് ആദ്യം ജോലിയൊന്നുമില്ലായിരുന്നു, ഗവൺമെൻറ് ജോലി ഇല്ലായിരുന്നു. ഒരു 4 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ജോലി കിട്ടിയത്. ആ ജോലി കിട്ടിയതിന് ശേഷം അയാൾക്ക് 20 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് എൻ്റെ അമ്മയോട് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. 20 ലക്ഷം രൂപ തന്നാൽ മാത്രമേ നിന്നെയും നിൻ്റെ മോളെയും നിൻ്റെ മക്കളെയും ഞാൻ സ്വീകരിക്കുകയുള്ളൂ, അല്ലാതെ നോക്കാൻ പറ്റില്ല എന്ന് തന്നെ എൻ്റെ അമ്മയോട് വിളിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം മലപ്പുറത്ത് നിന്ന് വന്ന് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ വന്ന് മെത്തയെല്ലാം എടുത്ത് തീയിട്ടിട്ട് പറഞ്ഞ് നിന്നെയും നിൻ്റെ മക്കളെയും ഇതുപോലെ ഞാൻ എടുത്ത് ചുട്ട് കരിക്കുമെന്ന് പറഞ്ഞു. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് നിന്നും ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. വൃക്ക രോഗബാധിതയായ കുട്ടി ഉൾപ്പെട്ട ഇരട്ട കുട്ടികളെയും അവരുടെ അമ്മയെയും വീടിനെ പുറത്താക്കി വീടിന്റെ ഗേറ്റ് പൂട്ടി. ഭർത്താവിന്റെയും പിതാവിന്റെയും മാതാവിന്റെയും ക്രൂരതയാണ് ഇത്. കൃത്യമായും വിശദമായും അന്വേഷിക്കാനായി മലയാളി വാർത്താ സംഘം അവിടെ എത്തിയിരുന്നു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ചില വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഭർത്താവ് എന്ന അനൂപ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. വിവാഹം കഴിഞ്ഞ 4 വർഷത്തിന് ശേഷമാണ് ഇയാൾക്ക് സർക്കാർ ജോലി ലഭിക്കുന്നത്. അതിനുശേഷമാണ് കയ്യിലിരിപ്പ് പുറത്തു വരാൻ തുടങ്ങിയത്. 65 പവനും വാഹനവും, അതായത് കാറും ഉൾപ്പെടെ സ്ത്രീധനം കൊടുത്താണ് ഈ യുവതിയെ ഈ അനൂപിന് വിവാഹം ചെയ്തു നൽകിയത്. 29 വയസ്സുകാരിയായും 5 വയസ്സുള്ള ഇരട്ട കുട്ടികളെയുമാണ് ഈ ഭർത്താവ് പുറത്താക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ച മുതൽ ഭക്ഷണമോ മരുന്നോ കഴിക്കാനാകാതെ ബുദ്ധിമുട്ടിലായതോടുകൂടിയാണ് രാത്രിയോടെ യുവതിയും കുട്ടികളും വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അറിഞ്ഞു ചെന്നപ്പോഴാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ തനിക്കൊണ്ണം ഇതാണെന്ന് വ്യക്തമായത്. ഈ യുവതി നമ്മളോട് പ്രതികരിക്കുകയാണ്. ഇന്നലെ ഒരു ദിവസമാണ് ഇങ്ങനൊരു പൂട്ട്, ഞാൻ 7 വർഷത്തിന് ശേഷം ഇങ്ങനൊരു പൂട്ട് ഞാൻ ഇന്നലെയാണ് ഞാൻ കാണുന്നത്. ഇന്നലെ കേസുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ രാവിലെ ഞങ്ങൾ പോവാനായിട്ട് 9:30 ആയപ്പോഴത്തേക്കും 2 കുഞ്ഞുങ്ങളായിട്ട് ഇവിടെ നിന്ന് പോവാനായിട്ട് നിന്നപ്പോഴത്തേക്കും അവിടെ അതുവരെ യാതൊരു കുഴപ്പവുമില്ല. അച്ഛനെ വളരെ സ്നേഹത്തോടെയാണ് കരുതിക്കൂട്ടി ചെയ്തതാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്നലെ വരെ യാതൊരു കുഴപ്പമില്ലായിരുന്നു. 2 കുഞ്ഞുങ്ങളെ എനിക്ക് കുഞ്ഞു കുട്ടികളാണ്, 5 വയസ്സുള്ള 2 കുട്ടികളാണ്. 2 കുട്ടികളെ എനിക്ക് 2 വീലറിൽ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അച്ഛൻ ഒരു കുട്ടിയെ നീ കൊണ്ടുപോയിക്കോ, മോളെ നീ ഒരു കുട്ടിയെ കൊണ്ടുപോയിക്കോ, ഒന്നിനെ ഞാൻ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടെ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലായിരുന്നു. മലപ്പുറത്ത് പൊന്നാനി, സൗത്ത് പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാരനാണ്. അതുകൊണ്ട് ഇന്നലെ ഇതുവരെ ഇവിടെ ഇല്ലായിരുന്നു. ഇന്നലെ രാവിലെ കോടതിയിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തിനെ ഞാൻ കണ്ടത്. ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് തിരിച്ചൊരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ പൂട്ടിയിട്ടേക്കുന്നു. അവിടെ വിളിച്ച് ഫോൺ കോൺടാക്ട് ചെയ്യാൻ വിളിച്ചിട്ട് അവർ എടുക്കുന്നേ ഇല്ല, കോൾ എടുക്കുന്നില്ല. എൻ്റെ കോള് ബ്ലോക്ക് ആക്കി വെച്ചേക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി വേണ്ട എന്ന് പറയുന്ന വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കുന്ന രീതിയിലൊരു പ്രവണത ഉണ്ടാകാനുള്ള കാരണം? 20 ലക്ഷം രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടു. ആദ്യം എൻ്റെ ഹസ്ബൻഡിന് ആദ്യം ജോലിയൊന്നുമില്ലായിരുന്നു, ഗവൺമെൻറ് ജോലി ഇല്ലായിരുന്നു. ഒരു 4 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ജോലി കിട്ടിയത്. ആ ജോലി കിട്ടിയതിന് ശേഷം അയാൾക്ക് 20 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് എൻ്റെ അമ്മയോട് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. 20 ലക്ഷം രൂപ തന്നാൽ മാത്രമേ നിന്നെയും നിൻ്റെ മോളെയും നിൻ്റെ മക്കളെയും ഞാൻ സ്വീകരിക്കുകയുള്ളൂ, അല്ലാതെ നോക്കാൻ പറ്റില്ല എന്ന് തന്നെ എൻ്റെ അമ്മയോട് വിളിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം മലപ്പുറത്ത് നിന്ന് വന്ന് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ വന്ന് മെത്തയെല്ലാം എടുത്ത് തീയിട്ടിട്ട് പറഞ്ഞ് നിന്നെയും നിൻ്റെ മക്കളെയും ഇതുപോലെ ഞാൻ എടുത്ത് ചുട്ട് കരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിഴിഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 3 പ്രാവശ്യം പരാതി കൊടുത്ത്, ആദ്യം ഓരോ പ്രാവശ്യം പരാതി കൊടുക്കുമ്പോഴത്തേക്കും സംരക്ഷിച്ചു കൊള്ളാം, മക്കളെയും നിന്നെയും സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് തന്ന ആൾ 3 ദിവസം ആകുമ്പോഴത്തേക്കും വീണ്ടും നേരത്തെ പോലെ തന്നെ. അങ്ങനെ ഒരു ദിവസം 20 ലക്ഷം രൂപ കിട്ടിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ കൊണ്ട് കേസ് കൊടുത്തത്. പിന്നെ 65 പവൻ സ്വർണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇപ്പം ഇല്ല. എൻ്റെ ഓരോ കാര്യങ്ങൾക്കായി പണയം വെച്ചിട്ട് ഇപ്പം അത് ചോദിച്ചിട്ടില്ല. എനിക്ക് ഏതോ വീട് വെച്ച് തന്നെന്നാണ് പറയുന്നത്. എനിക്കൊരു വീട് എൻ്റെ പേരിലല്ല, അമ്മയുടെ പേരിലാണ് ഇരിക്കുന്നത്. അത് സഹോദരന് അമ്മ വെച്ച് കൊടുത്ത വീടാണ്. അത് വെച്ച് തന്നെന്നും പറഞ്ഞാണ് ഈ 65 പവൻ സ്വർണവും ഇല്ല. പിന്നെ ഒരു കാറ് തന്നിട്ടുണ്ടായിരുന്നു. ആ കാറ് അച്ഛൻ വളരെ ബുദ്ധിപൂർവ്വം അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ പേരിൽ വാങ്ങിച്ചു. മിലിറ്ററി ക്യാമ്പിൽ അദ്ദേഹം മിലിറ്ററിയിലെ ആളാണ്. മിലിറ്ററി ക്യാമ്പിൽ 80,000 രൂപ കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേരിൽ കാർ എടുത്തു. ഇപ്പോൾ കാർ അയാളുടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ യാതൊരു ഇതുമില്ല. ഒരു കുട്ടിക്കാണെങ്കിലും ഒരു കിഡ്നിയേ ഉള്ളൂ. അനോമലി സ്കാനിങ്ങിൽ 5th മന്തിലെ പ്രഗ്നൻസി അനോമലി സ്കാനിങ്ങിൽ 5ാം മാസത്തിൽ ഒരു കിഡ്നിയാണ് ആദ്യമേ ഡിറ്റക്ട് ചെയ്തത്. മറ്റേ കിഡ്നി ഉണ്ടെങ്കിലും ആ കിഡ്നിക്ക് ഏത് നിമിഷവും ഈ ഒരു അസുഖം ബാധിക്കാം എന്നുള്ള കണ്ടീഷനാണ്. SITയിൽ 5 വർഷമായിട്ട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 1 വർഷം കഴിഞ്ഞ് ഇനി 2 മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും
സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരു മാസത്തിന് മുൻപായിട്ട് മെനിഞ്ചൈറ്റിസ് വന്ന കുഞ്ഞ് എമർജൻസി വാർഡിൽ SITയിലെ എമർജൻസി വാർഡിൽ ഒരാഴ്ചത്തോളം അഡ്മിറ്റ് ആയിരുന്നു. അപ്പം അതിനെ ചികിത്സയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് വരാറുണ്ടായിരുന്നോ ഇവിടെയുള്ളവര്? ഇവിടെ ഉള്ളവർ വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. മക്കളോടൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത്? ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഈ വീട്ടിൽ ഹസ്ബൻഡ് അച്ഛനുണ്ട്. അച്ഛൻ്റെ അമ്മ മരിച്ച് രണ്ടാമത് അത് 1 മാസം ആയില്ല, അതിനും അപ്പോഴത്തേക്ക് രണ്ടാമത് ഒരു അമ്മയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്ന് പിന്നെ സഹോദരനും ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിനോ ആരോഗ്യമായിട്ടുള്ള ഇതിനോ മരുന്നിനോ ഒന്നിനും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കോടതിയിൽ കേസായതിനു ശേഷം 3000 രൂപ അയച്ചു തരും എന്ന് വെച്ചാൽ കോടതിയിൽ പറയുന്നു ഞാൻ 3000 രൂപ അയച്ചു തരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് 3000 രൂപ അക്കൗണ്ടിൽ അയച്ചു തരും. അപ്പം മക്കളോട് എങ്ങനെയാണ് ഭർത്താവ് പെരുമാറിയിരുന്നത്? 2 ആഴ്ചയ്ക്ക് മുമ്പ് സഹോദരന്റെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ 5 വയസ്സുള്ള കുട്ടിയാണ് എന്നോട് വന്ന് പറയുന്നത്, പപ്പ പറയുന്നു നമ്മളും അമ്മയും ഇവിടെ നിന്ന് പുറത്ത് പോയാലേ പപ്പ വരുള്ളൂ, അല്ലാതെ പപ്പയ്ക്ക് നമ്മളെ കാണണ്ടെന്ന് പറഞ്ഞ് കുഞ്ഞ് വരുന്ന പൊട്ടി കരയുന്നുണ്ടായിരുന്നു എന്നോട്. അപ്പൊ ഇവിടെ വരാറില്ലേ? ജോലി സ്ഥലത്ത് തന്നെയാണോ താമസം? ഞാൻ ഇവിടെ വന്നെന്നറിഞ്ഞിട്ട് ഒരു ദിവസം വന്ന് തുണികളെല്ലാം കൊണ്ടുപോയി. ഇനി ഈ വീടുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് പോയി. അപ്പോൾ ഇവിടെ അച്ഛനും അമ്മയും ആണുള്ളത്, അമ്മയും സഹോദരനും. അപ്പൊ അവരൊക്കെ എങ്ങനെയാണ്? വന്നപ്പോഴത്തേക്കും സഹോദരനെയും മാറ്റി. പിന്നെ അമ്മേനെ ക്യാമറ വരുന്നത് വരെ അമ്മ ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ക്യാമറ വന്നതിന് ശേഷം അവരെയും പറഞ്ഞു വിട്ടു. അല്ല, അവരൊക്കെ എങ്ങനെയാണ് ചേച്ചിയോട് പെരുമാറിയിരുന്നത്? ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും അച്ഛനും ഹസ്ബൻഡ് സഹോദരനും അഖിൽ എന്നാണ് പേര്, അവനും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇവളെ ഇന്ന് തന്നെ ഇറക്കി വിടണമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി ബഹളം ഉണ്ടാക്കി. പോലീസുമായിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും അതൊരു രാത്രിയായിരുന്നു. വന്നപ്പോഴത്തേക്കും പറയുന്നു സാറ് 2 കുഞ്ഞുങ്ങളെ കണ്ടപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞ 3-4 പോലീസ് സാറുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും ഈ കുട്ടിയെയും 2 കുഞ്ഞുങ്ങളെയും പുറത്തിറക്കി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഈ രാത്രി. പിന്നെ വീണ്ടും അതൊരു ശനിയാഴ്ച എന്തുവാണ്, വീണ്ടും തിങ്കളാഴ്ച ഇവർ 2 പേരും പോയിട്ട് CI സാർ അവിടെ ഇരുന്ന് എന്നെ വിളിക്കുകയായിരുന്നു. നിന്റെ അച്ഛനും സഹോദരനും ഇവിടെ വന്നിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും നിന്നെ ഇറക്കി വിടാനാണ് അവർ നോക്കണം, ഞാൻ എന്തോന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ എനിക്ക് പോകാൻ വേറെ ഒരു നിവൃത്തിയുമില്ല, ഈ 2 കുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങളാണ്, അതിൽ ഒന്നിന് ഒരു കിഡ്നിയേ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴും CI സാർ നിന്നോളാൻ പറഞ്ഞു. പക്ഷേ പ്രൊട്ടക്ഷൻ ഓർഡർ തീരുന്നതിൻ്റെ ആ ദിവസം ഇന്നലെ വരെ നോക്കിയിരുന്നിട്ട് പൂട്ടിയെടുത്തോണ്ട് പോയി. വിവാഹം കഴിഞ്ഞ് എത്ര നാൾ ഒരു പ്രശ്നമില്ലാതെ പോയിരുന്നു? എപ്പോഴാണ് ഈ ഒരു പ്രശ്നം ആരംഭിക്കുന്നത്? ജോലി കിട്ടണത് വരെ യാതൊരു കുഴപ്പമില്ല. അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലിക്കാണ് പൊക്കോണ്ടിരുന്നത്. ജോലി കിട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഡിമാൻഡ് പറയുമ്പോൾ സർക്കാർ ജോലി കിട്ടുന്നത് വരെ. മലപ്പുറം സൗത്ത് പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ ജോലിയാണ്. അവിടെ ജോലി കിട്ടിയതിന് ശേഷമാണ് ഈ ഒരു രീതിയിലോട്ടുള്ള മാറ്റം. അപ്പൊ എന്താണ് പറഞ്ഞു തുടങ്ങിയത്? എന്തായിരുന്നു ആവശ്യം? 20 ലക്ഷം രൂപ കൊടുക്കണം. ഇതിനു മുമ്പ് 20 ലക്ഷം രൂപ കൊടുക്കണം. ഇപ്പോൾ FIR കേസ് എടുത്തത് കൊണ്ട് കേസും പിൻവലിച്ചു കൊടുക്കണം. കേസും പിൻവലിച്ച് 20 ലക്ഷം രൂപയും കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി വീട്ടിലേക്ക് കയറ്റുമെന്നാണോ പറയുന്നത്? കയറ്റുമെന്നാണ് പറയുന്നത്. അച്ഛനും അങ്ങനെയാണ് പറയുന്നത്. എന്തിന് കേസ് കൊടുത്തിട്ട് ഈ വീട്ടിൽ താമസിക്കുന്നു, നിന്നെ കുഞ്ഞുങ്ങളെ വേണ്ട, നോക്കാൻ പറ്റില്ല. അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാണ് നീതുവിനോട് പ്രതികരിക്കുന്നത്? സംസാരിക്കാറുണ്ടായിരുന്നോ വീട്ടിലുള്ള? ക്യാമറ വരുന്നത് വരെ അതുവരെ എന്തിന് നീ കേസിന് കൊടുത്തു എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് വളരെ മാനസികമായിട്ട് എന്നെ വളരെ ദ്രോഹിച്ചുകൊണ്ടിരുന്നു. ക്യാമറ വന്നതിന് ശേഷം തെളിവ് കിട്ടും എന്നുള്ള രീതി വന്നപ്പോഴത്തേക്ക് ക്യാമറ വന്നതിന് ശേഷം എന്നോട് യാതൊരുവിധ ബന്ധവും കാണിക്കുന്നത്. എല്ലാം വളരെ സ്നേഹത്തോടെ നിന്ന് ഇന്നലെ രാവിലെ വരെ വളരെ സ്നേഹത്തോടെ നിന്നിട്ടാണ് ഞാൻ വന്നതിന് ശേഷം ഇന്നലെ ഓർഡർ തീരുന്ന ദിവസം നോക്കിയിരുന്നിട്ട് വന്നതിന് ശേഷം പൂട്ടിക്കൊണ്ടുപോയത്. അപ്പം ഇവരെ ഫോണിലോ അല്ലാതെ എങ്ങനെയെങ്കിലും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ? എന്റെ ഫോണിൽ ബ്ലോക്ക് ആയിരുന്നു. ഇന്നലെ പോയി ഞങ്ങൾ നേരെ ഇവിടെ പൂട്ടിയിടുകയെന്ന് കണ്ട് ഞങ്ങൾ നേരെ സ്റ്റേഷനിലോട്ടാണ് പോയത്. പോയപ്പോഴത്തേക്ക് അവിടുത്തെ SI സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഒരു കാരണവശാലും എൻ്റെ പേരിൽ കേസിട്ട് ഞാൻ ഒരു കാരണവശാലും കേറ്റില്ല എന്നാണ് പറഞ്ഞത്. അവളും കുട്ടികളും വെളിയിൽ നിൽക്കട്ടെ, ഞാൻ പട്ടാളത്തുകാരനാണ് എന്ന് പറഞ്ഞ് ഇന്നലെ വരെ ഉണ്ടായത്. പക്ഷെ ഇന്ന് രാവിലെ മാറി വിളിച്ചിട്ട് ആരും ഫോണും എടുക്കുന്നില്ല, സ്വിച്ച് ഓഫ്. ഭർത്താവിന്റെ അച്ഛനാണോ ഒരു കാരണവശാലും തിരിച്ചു കയറ്റില്ല എന്ന് പറയുന്നത്? അതെ. ഭർത്താവ് ഈ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചാൽ തിരിച്ചു കയറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നീതുവിന്റെ അടുത്ത് സംസാരിക്കാറില്ലേ ഭർത്താവ്? ഇല്ല, ഞങ്ങൾ നേരിട്ട് കണ്ടാൽ പോലും സംസാരിക്കും. അങ്ങോട്ട് വിളിച്ചാൽ പോലും സംസാരിക്കില്ല, ഫോണും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും. വിവാഹം കഴിഞ്ഞത് സ്നേഹിച്ചായിരുന്നില്ല? സ്നേഹിച്ചായിരുന്നു. ആ സമയത്തൊന്നും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല? ജോലി ഇല്ല. അപ്പം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ആള് നാട്ടില് കോടതിയിലെത്തിയപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇന്ന് ഇതുവരെ കണ്ടിട്ടില്ല? ഇല്ല.
വീടിന് മുന്നേ ഇപ്പോൾ ഇവിടെ ക്യാമറ കാണുന്നുണ്ട്. അപ്പം 2 ദിവസം മുന്നേ ആണ് ഈ ക്യാമറ സ്ഥാപിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്ത് ഉദ്ദേശത്തിലാണ് ഇതുവരെ ക്യാമറ ഇല്ലാത്തൊരു വീട്ടിൽ പെട്ടെന്ന് ക്യാമറ വെക്കാനുള്ള കാരണം എന്ന് തോന്നുന്നത്? അത് തെളിവ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്യാമറ ഇല്ലാത്ത ആ നിമിഷം വരെ എന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ അച്ഛനും. നീ എന്തിന് കേസ് കൊടുത്തത്, നിനക്ക് ഒരു വക തിന്നാൻ തരില്ല, ഇവിടുത്തെ ഗ്യാസ് എടുത്ത് മാറ്റണം, ഇൻഡക്ഷൻ കുക്കർ എടുത്ത് മാറ്റണം, കരിയില ചുട്ട് നീ വേവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് മാനസികമായിട്ട് ഭയങ്കര ഭീഷണിയായിരുന്നു. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം, CI സാറിനെയും വിളിച്ച് പറഞ്ഞ് ക്യാമറ വയ്ക്കുന്നത് വരെ ഇത്രയും ബഹളങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നു. മാനസികമായിട്ട് എന്നെ ഇവിടെ കിടന്ന് ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് ഇറങ്ങിപ്പോണം 2 കുട്ടികളെയും കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകൂല എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴത്തേക്കുമാണ് ഇവിടെ പൂട്ടിയിട്ടിട്ട് പോയത്. നീതുവിന്റെ വീട്ടിൽ എങ്ങനെയാണ് സാഹചര്യം? അവിടെ അമ്മയുണ്ട്, സഹോദരനുണ്ട്, അമ്മയുണ്ട്, അമ്മയുടെ അമ്മയും അമ്മയുടെ അച്ഛനും ഉണ്ട്. 2 കുടുംബക്കാരും തീരുമാനിച്ചുറപ്പിച്ച് പൂർണ്ണ സമ്മതത്തോടെ ആയിരുന്നില്ലേ വിവാഹം? അതെ, പൂർണ്ണ സമ്മതത്തോടെ ആയിരുന്നു വിവാഹം. ബന്ധുക്കൾ തമ്മിൽ പരസ്പരം കോണ്ടാക്ട് ചെയ്തിരുന്നോ? ഈ ഒരു പ്രശ്നങ്ങളായതിനു ശേഷം എല്ലാവരും നല്ല കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിലുള്ള ആളും വന്ന് എല്ലാവരും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അവർ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല. ഇല്ല, വേണ്ട, അത് ചെയ്ത് കടം തീർത്ത് തന്നാൽ 20 ലക്ഷം രൂപ തരണം, കടത്തിനൊരു തീരുമാനമാവണം, അതിനൊരു തീരുമാനമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് മാറുകയാണ്. ഇപ്പോൾ പൂർണ്ണമായിട്ടും പറയുന്നത് എന്നെയും കുഞ്ഞുങ്ങളെയും വേണ്ട, എന്നെ മാത്രമല്ല, ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നറിയില്ല. പക്ഷെ ഈ 2 കുഞ്ഞുങ്ങൾ എനിക്കറിയില്ല മാം, എന്ത് തെറ്റാണ് അവർ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇന്നലെ വൈകുന്നേരം പരാതി കൊടുത്തല്ലോ, അപ്പം പോലീസ് വന്ന് അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ അവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ ഒരു സാഹചര്യമാണ്. എന്താണ് ഇനി മുന്നോട്ടേക്ക് നീതു പ്രതീക്ഷിക്കുന്ന ഒരു നടപടി? എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ല. 2 പെൺകുഞ്ഞുങ്ങൾ കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകണമെന്ന് എനിക്കൊരു നിവൃത്തിയില്ല. എനിക്ക് ഇവിടെ തന്നെ താമസിക്കണം. ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല. ഡിവോഴ്സിനുള്ള പെറ്റീഷനും ഞങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടില്ല. പിന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് പേരിനൊരു കേസ് എടുത്തതേ ഉള്ളൂ. പക്ഷെ അയാളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനോ 2 കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം, ആ കുട്ടികളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനോ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല. എനിക്ക് 2 കുഞ്ഞുങ്ങളെയും എനിക്ക് ഈ വീട്ടിൽ തന്നെ, എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ഈ വീട്ടിൽ തന്നെ എനിക്ക് താമസിക്കുക. 2 കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് വളരേണ്ടത്. നീതു ജോലിക്ക് പോവാറുണ്ടോ? ഇല്ല, പോകുന്നില്ല. 2 കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ആരും ഇല്ല. കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ വിദ്യാഭ്യാസം ഒന്നും ഇല്ല. ഇവിടെ വന്ന് പോവാറില്ലേ? ഇല്ല, ഫീസ് ഒന്നും. 5 വയസ്സുണ്ട്, UKG പഠിക്കുന്നു. ഫീസ് കൊടുക്കാത്തോണ്ടാണ് സ്കൂളിൽ പോവാത്തത്? ഫീസ് കൊടുക്കാത്തോണ്ടാണ് സ്കൂളിൽ പോകാത്തത്. 3000 രൂപയാണ് അയക്കുന്നത്. കുട്ടികൾക്ക് ഫുഡ് കാര്യങ്ങളായിട്ട് വരുമ്പോൾ പിന്നെ പൈസ തികയുന്നില്ല. അങ്ങനെ പിന്നെ സ്കൂളിൽ വിടുന്നില്ല. അപ്പം അസുഖമുള്ള കുട്ടീനെ എങ്ങനെയാണ് ചികിത്സിക്കാനുള്ള വക കണ്ടെത്തുന്നത്? അത് SIT ആയതുകൊണ്ടും പിന്നെ അമ്മ എന്തെങ്കിലുമൊക്കെ സഹായിക്കും. മലയാളി വാർത്തയെ തുടർന്ന് പൊന്നാനി നഗരസഭാ ചെയർമാൻ അടക്കം പ്രതികരിക്കുകയുണ്ടായി. വിശദമായ ഒരു കംപ്ലൈന്റ് എഴുതി തന്നാൽ ഞാൻ കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഇയാളെ ജോലിയിൽ നിന്നും മാറ്റാനുള്ള നീക്കങ്ങൾ നടത്താം എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഏതായാലും അത് നന്നായി. സ്ത്രീധന പീഡന പരമ്പരകൾ അങ്ങനെ പരമ്പരയായി തന്നെ തുടരുമ്പോഴാണ് ഇവിടെ ഇത്തരമൊരു സംഭവ വികാസം നടക്കുന്നത്. സൈനികൻ കൂടിയായ ഇയാളുടെ പിതാവും ഇത്തരം ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത. കൃത്യമായി തന്നെ കോടതിയിൽ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ടെന്നും കൃത്യമായി തന്നെ നീതി ലഭിക്കുമെന്നാണ് പറയുന്നത് എങ്കിൽ പോലും കോടതിയിലും എവിടെയൊക്കെ ഇവർക്ക് അടിപതറിയിരിക്കുന്നു. ഈ യുവതിയുടെ അഡ്വക്കേറ്റ് നമ്മളോട് പ്രതികരിച്ചിരുന്നു. അഡ്വക്കേറ്റിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. 6 വർഷം, ഈ കഴിഞ്ഞ 1 വർഷം ആയതേ ഉള്ളൂ ഇവർ പിരിഞ്ഞ് താമസിച്ചു തുടങ്ങിയിട്ട്. കഴിഞ്ഞ ജനുവരിയിലാണ് പിരിഞ്ഞ് താമസിക്കാനുള്ളൊരിട ഉണ്ടായത്. അതുവരെ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു അവര്. ഇവര് ഈ സ്ത്രീധനം അല്ലാണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ഉണ്ട്. നീതുവിന്റെ കാലിൽ ചവിട്ടി പിടിച്ച് അടിക്കുകയും വിഷയം ഉണ്ടാക്കുകയും ചെയ്ത സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ മെത്ത കത്തിക്കുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസ്, അതായത് ഡൊമസ്റ്റിക് വയലൻസ് ഓർഡറിൽ പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇമോഷണൽ വയലൻസ്. മെന്റലി എന്ത് വിഷയം ഉണ്ടാക്കിയാലും അത് വയലൻസ് ആണ്. ആ രീതിയിൽ ഭയങ്കരമായിട്ട് നീതു തിരിച്ചു വന്നപ്പോൾ പോലും കുത്തി പഴയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. ഇവരുടെ വിവാഹം എങ്ങനെയായിരുന്നു കഴിഞ്ഞത്? അതായത് 2 പേരും സ്നേഹിച്ചതാണ്. വീട്ടുകാർ നടത്തി കൊടുത്തു കല്യാണമായിട്ട്. പ്രണയ വിവാഹമായിരുന്നു. വീട്ടുകാരൊക്കെ താല്പര്യം പ്രകടിപ്പിച്ചിട്ട് ആണ് 2 വീട്ടുകാരുടെ സമ്മതത്തോടു കൂടെ തന്നെയാണ്, സഹകരണത്തോടു കൂടെ തന്നെയാണ് വിവാഹം നടത്തിയത്. മക്കള് 2 പേര്, 2 ട്വിൻസ് ആണ്. 5 വയസ്സായ കുട്ടികളാണ്. അതിലൊരു കുട്ടിക്ക് അസുഖമാണ്. കോടതിയുടെ ഭാഗത്തു നിന്ന് എന്താണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്? സാധാരണ ഗതിയിൽ സെക്ഷൻ 18-ഉം 19-ഉം അനുസരിച്ചുള്ള ഓർഡേഴ്സ്, അതായത് പ്രൊട്ടക്ഷൻ ഓർഡറും
റെസിഡൻഷ്യൽ ഓർഡറും എക്സ് പാർട്ടി ആയിട്ട് കോടതി കൊടുക്കേണ്ടതാണ്. ഈ 2 ഓർഡറും കൊണ്ട് അവർക്ക് യാതൊരു ദോഷവും ഉണ്ടാവുന്നതല്ല. അതായത് ഈ കുട്ടിയെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ദ്രോഹിക്കാനുള്ള ഉദ്ദേശമില്ലെങ്കിൽ ആ ഓർഡർ നീതുവിന് കിട്ടുന്നത് കൊണ്ട് വേറെ ഒരു ദോഷവും അവർക്കില്ല. പക്ഷേ ഈ ദുരുദ്ദേശം ഉള്ളത് കൊണ്ടാണ് അവർ ഓർഡർ തരാൻ വേണ്ടി കോടതിയിൽ ഒബ്ജക്റ്റ് ചെയ്തത്. എന്നാൽ സാരമായിട്ടുള്ള ഒബ്ജക്ഷൻ പോലും എതിർഭാഗം വക്കീൽ പറയുകയുണ്ടായില്ല. എന്നിട്ട് പോലും കോടതി ഓർഡർ എക്സ്റ്റെൻഡ് ചെയ്തില്ല എന്നുള്ളതാണ്. ഇത്രയും ക്രൂഷ്യൽ സിറ്റുവേഷൻ, ഈ 2 കുട്ടികൾക്ക് സുഖമില്ല, പ്രൊട്ടക്ഷൻ ഓഫീസർ ഡയറക്റ്റ് വന്നിട്ട് 12,000 രൂപ എസ്റ്റിമേറ്റ് ഇട്ട കേസാണ്. ഇതുവരെ മെയിൻ്റനൻസോ ഒന്നും അലോ ചെയ്തിട്ടില്ല. നിസ്സാരം ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ പോലും അലോ ചെയ്തിട്ടില്ല. നിവർത്തികേട് കോടതിയിൽ പോയി പറഞ്ഞതാണ്. വേറെ നിവർത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്. ഒരു കുട്ടിക്ക് ഇങ്ങനെ വിഷയമുണ്ട്. എല്ലാ കാര്യങ്ങളും മജിസ്ട്രേറ്റിന് വളരെ വ്യക്തമായിട്ട് അറിയാമെന്നുള്ളതാണ്. പ്രൊട്ടക്ഷൻ ഓർഡറോ റെസിഡൻഷ്യൽ ഓർഡറോ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലോട്ട് പോവില്ലായിരുന്നു. ഈ ഒരു കേസ് കൊടുത്തതിന് ശേഷം ഈ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ? ഉണ്ട്. മീഡിയേഷന് തന്നെ 2 പ്രാവശ്യം വെച്ചു. അതിനുശേഷം ലാസ്റ്റ് പോസ്റ്റിങ്ങിന് വന്നപ്പോൾ അജിത്തിൻ്റെ അടുത്തും പറഞ്ഞതാണ്. എല്ലാം പറഞ്ഞ് ചെയ്തിട്ട് കേസ് വിഡ്രോ ചെയ്തായിരുന്നാലും കുഴപ്പമില്ല, ഇങ്ങോട്ട് തിരിച്ചു വരാം, അവർക്ക് കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞതാണ്. അപ്പോൾ എന്താണ് പ്രതികരിച്ചത്? പറ്റൂല, ഒരു കാരണവശാലും നീതുവിനെ തിരിച്ചു കയറ്റാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. ആവശ്യം അംഗീകരിച്ചാൽ പോലും തിരിച്ചു കയറ്റില്ല എന്നാണ് പറഞ്ഞത്. അതിന് വേറെ കാരണങ്ങളൊന്നും പറയുന്നില്ല. സ്ത്രീധനം ആണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അല്ല, ഇപ്പൊ അവർക്ക് സ്ത്രീധനം അതിന്റെ കാര്യം പറയുന്നില്ല. അന്ന് ഈ ഇഷ്യൂസ് തുടങ്ങിയത് ഇതാണെങ്കിലും ഇനി നീതുവിനെ വേണ്ട, നീതുവിനെയും മക്കളെയും വേണ്ട എന്നുള്ളതാണ്. ഇതിലൊരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. അതായത് പുള്ളിയുടെ 2ാനമ്മ നീതുവിനെ വിളിച്ച് സംസാരിച്ചതാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്ലിയർ ആവും എന്തോന്നാണെന്നുള്ളത്. പോലീസും ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരെങ്ങനെയാണ് ഇതിലൊരു കാര്യം പറയുന്നത്, നടപടിയും? ഈ വിഷയത്തിന്മേൽ ഇന്നലെ തന്നെ വിഴിഞ്ഞം പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അതായത് ഡൊമസ്റ്റിക് വയലൻസ് ആ ആക്ടിന്റെ വയലേഷനെ വെച്ചിട്ട് സെക്ഷൻ 31 വെച്ചിട്ട് DV ആക്ട് സെക്ഷൻ 31 അനുസരിച്ച് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് സെക്ഷൻ 75 അനുസരിച്ച് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അജിത്തിനും അജിത്തിൻ്റെ അച്ഛൻ റോബിൻസിനും എതിരായിട്ട്. പിന്നെ പോലീസുകാർ കൊടുത്ത മെൻ്റൽ സപ്പോർട്ടും ഈ വിഷയത്തിൽ കൂടെ നിന്ന ആ ഒരു സമീപനവും എല്ലാം എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ അവൾ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് തന്നെ കളക്ടറും സബ് കളക്ടറും ഇടപെട്ട് കുട്ടികളുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫീസറിൻ്റെ ഓഫീസിൽ നിന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇതിൻ്റെ മൊഴിയെടുക്കാൻ വേണ്ടി വന്നിരുന്നു. ശരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം നല്ല സഹകരണമാണ്. കളക്ടറിനെ ഞങ്ങൾ ഡയറക്റ്റ് വിളിച്ചിട്ടില്ലായിരുന്നു, ബന്ധപ്പെടാൻ സാധിച്ചില്ല. മാം ലീവിലാണ്. എങ്കിലും മാം എല്ലാം ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവര് ഉദ്യോഗസ്ഥർ ഈ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. 2 പേരെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇതുവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്നലെ മാത്രം അജിത്തിന്റെ അച്ഛൻ ഫോൺ എടുക്കേണ്ട FIR രജിസ്റ്റർ ചെയ്ത് ന്യൂസ് വന്നതിന് ശേഷം പുള്ളിയുടെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. സർക്കാർ ഉദ്യോഗം കിട്ടിയപ്പോൾ തനിക്കുണം പുറത്തു വന്ന ആളുകളുടെ എണ്ണം 1ഓ 2ഓ അല്ല, നിരവധിയാണ്. സർക്കാർ ഉദ്യോഗം കിട്ടുന്നതുവരെ ഭാര്യ തേനെ പാലെ പൊന്നെ എന്നും ദൈവമെന്നൊക്കെ വിളിക്കും. എന്നാൽ ഉദ്യോഗം കയ്യിൽ കിട്ടിയാലോ കയ്യിലിരിപ്പ് പുറത്തു വരും. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പണികളൊന്നുമല്ല. എന്തായാലും പണി തെറിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.